ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തി ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫയലെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾ ഒരാളുടെ മുഖം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സ്വഭാവം, ആ വ്യക്തി ഇപ്പോൾ കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ, അതായത് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഒന്നാമത്തായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫയൽ. അപ്പം നിങ്ങളുടെ വ്യക്തി ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ കാണുന്നത്, ആ ഒരു വ്യക്തിയുടെ മുഖം മാത്രം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആ ഒരു വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, അപ്പം ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഫിഷിൻ്റെ ബോൾ എവിടെയെന്നായിരിക്കും. വേറൊന്നുമില്ല, അതിനെ ഞാൻ എടുത്ത് മാറ്റി. കാരണം സംസാരം കൊണ്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അതിനാകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അപ്പുറത്തോട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല, മേ ബി അതിന് സംസാരം കൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത്, മെയിൻലി ഇവിടെ മേജറായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ കരിയർ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ കുറേയധികം ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കരിയർ റിലേറ്റഡ് ആയിരിക്കണം, മേ ബി ബിസിനസ് റിലേറ്റഡ് ആയിരിക്കണം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പോലും ചിന്തിക്കാത്ത കുറച്ചധികം പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇത്ര നാൾ മേ ബി ആ ഒരു വ്യക്തി മാസ്ക് ഇട്ട് നിന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം എന്താ പറയുക, നിങ്ങളടുത്ത് അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളടുത്ത് ആ വ്യക്തി എങ്ങനെയാണോ പണ്ട് നിന്നത് അതിൽ നിന്നും ഭയങ്കരമായിട്ടും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആ വ്യക്തിയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് റിവീൽ ആവുന്നൊരു സിറ്റുവേഷനിലോട്ട് മാറുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. ആ വ്യക്തി എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി എന്തിനെയൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധമായിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ പേരിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഇപ്പം അങ്ങനെ ആരെയും അടുപ്പിക്കുന്നില്ല. മുന്നേ ഈ വ്യക്തി ഭയങ്കരമായിട്ടും ആൾക്കാരെ അടുപ്പിച്ചിരുന്നു. ബട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ വ്യക്തി ലൈഫിലോട്ട് ആരെയും അങ്ങനെ അടുപ്പിക്കാത്തൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ ബോഡി, ആ വ്യക്തിയുടെ ഫിസിക്ക്, ആ വ്യക്തിയുടെ എനർജി, അതുമാത്രം സൂക്ഷിച്ചുകൊണ്ട് നോക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം കുറേയധികം കാര്യങ്ങൾ പഠിച്ച്, കുറേയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, കുറേയധികം അനുഭവങ്ങൾ വന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിലായാലും കരിയർ റിലേറ്റഡ് ആയാലും കുറച്ചധികം പ്രോബ്ലംസിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ ഫിനാൻഷ്യലി, കുടുംബപരമായിട്ടും തേർഡ് പാർട്ടി ഇഷ്യൂസ് വന്ന് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെപ്പോലും ഈ സമയത്ത് ആ വ്യക്തി അടുപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളുമായിട്ടായിരിക്കും, ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ആ വ്യക്തിയുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളുമായിട്ടുള്ളൊരടുപ്പം ഉണ്ടാവാൻ ചാൻസ് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്.
എന്താ പറയുക, ചില ഇൻസിഡൻറ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ ചില അനുഭവങ്ങൾ, ചില ഭയങ്കരമായിട്ടുള്ളൊരു ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പം കുറേ അധികം പ്രശ്നങ്ങളും അടികളും കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ. അപ്പം ഇപ്പം വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നു, പേടിച്ചായാലും ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിക്ക് ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ചീത്ത എന്ന് അറിയാൻ പറ്റാത്തൊരു സമയത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾ ഭയത്തോടെ, ചില കാര്യങ്ങൾ പേടിയോടെ സമീപിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഇന്നറിലുണ്ടാവുന്ന ചില ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്നറിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം ആ വ്യക്തിനെ സംബന്ധിച്ച്. റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലും ഇനി അറ്റാച്ച്ഡ് ആവാൻ പാട് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം സംബന്ധിച്ച്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ലെവലിലോട്ട് ആയി വരുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് ഈ സമയം തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതായിട്ടാണ് ആ വ്യക്തിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ചിലപ്പം ദേഷ്യപ്പെടുന്നതായിരിക്കാം, നിങ്ങളുടെ ഈ സമയം ഭയങ്കരമായിട്ടും ക്രൂക്കട്ട് മെൻറ്റാലിറ്റിയിലോട്ട് പെരുമാറുമായിരിക്കാം. ചിലപ്പം ദേഷ്യം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം കാണിച്ചേക്കാം. മുന്നേ ആ വ്യക്തി എങ്ങനെയാണോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയം ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. മുന്നേ ആ വ്യക്തി ജീവിച്ച ജീവിതവും ഈ ഒരു സമയം ആ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിലായാലും സ്വഭാവത്തിലായാലും സിറ്റുവേഷനിലായാലും ഭയങ്കരമായിട്ടൊരു ചേഞ്ചസ് വന്ന് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ തീരുമാനമെടുക്കുന്ന ഭയങ്കര ഒരു വല്ലാത്തൊരു തീരുമാനം, ഇൻസിഡൻ്റലി ഒരു തീരുമാനം എടുക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയം കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു എനർജി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ലവബിളാണ്. ലവബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്യും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. എന്താ പറയുക, അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ്, നിങ്ങളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും അതൊക്കെ മറന്നതിന് ശേഷം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പവറുള്ള ചില ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുക. ചില സംബന്ധിച്ച് എന്താ പറയുക, മറക്കാൻ പറ്റും ചില കാര്യങ്ങൾ, പക്ഷേ പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സ് കൊടുത്ത് പ്രണയിക്കുന്ന ഒരു നിങ്ങളുടെ കാമുകനോ കാമുകിയോ ആണ് ഈ വ്യക്തി എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടം ആ വ്യക്തിക്കുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചില ഇഷ്യൂസ് കാണാം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കാണാം, ചില ലൈഫിൽ വരുന്ന ചില ഇൻസിഡൻറ്റ് കാരണം ആ വ്യക്തി ഭയങ്കരമായിട്ടും അതൊക്കെ എടുത്തു കളയണം അല്ലെങ്കിൽ അതൊക്കെ മാറ്റണം എന്ന സിറ്റുവേഷൻ കരുതുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ സമയം. റിലേഷൻഷിപ്പ് എബോട്ടായിരിക്കും, ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നൊരു പൊസിഷൻ ആയിരിക്കണം. വ്യക്തമായിട്ടൊരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട്, ഡിസിഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി എടുത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ബട്ട് ചില സമയം ടൈമിനനുസരിച്ച് ഇങ്ങനെ മാറുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എനർജിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കളിക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി ഈ സമയം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പരമായിട്ടുള്ള ചില അട്രാക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫിസിക്കൽ പരമായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ കൂടുതലുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുമായിട്ട് പ്രണയം കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പെട്ടെന്നൊന്നൊരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നല്ല പറയുന്നത്. ഈ വ്യക്തി ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ അട്രാക്ഷൻ അത് ഭയങ്കര കൂടുതലാണ്. എന്താ പറയുക, ഒരു ചൈൽഡിഷ് ക്യാരക്ടറായിട്ട് മാറും. ആ വ്യക്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളുമായിട്ട് മാറാനുള്ള ചാൻസ്, അതായത് ആ വ്യക്തിയുമായിട്ട് കംഫർട്ട് സോണിലാണ് നിങ്ങൾ, ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളൊരു കംഫർട്ട് സോൺ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളടുത്ത് ഒരു കെയറിങ്, ഭയങ്കരമായിട്ടുള്ളൊരു കെയറിങ് ഉണ്ടാകും. ഈവൻ എന്താ പറയുക, ഒരു കൊച്ചുകുട്ടിയെ പോലെയൊക്കെ നിങ്ങളടുത്ത് പെരുമാറുന്ന ഒരു സിറ്റുവേഷനിൽ വരുമെന്നാണ് കാണുന്നത്. അളവറ്റ സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നൊരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലവബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം, ഒരുപാട് എന്താ പറയുക, പ്യുവർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. എന്താ പറയുക, ഈ വ്യക്തിയുടെ ഫിസിക്ക്, ഈ വ്യക്തിയുടെ ഫേസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബോഡി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ആകാര വടിവുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നുള്ളൊരു എനർജി, അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നുള്ളൊരു ഹ്യൂമൻ ബീങ്, പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നുള്ളൊരു മനസ്സ് എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരു പ്യുവർ മനസ്സുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്യുവർ ആയിട്ടുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഈ വ്യക്തി ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നൊരു മെമ്മറീസ്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുവന്ന ഒരുപാട് മെമ്മറീസും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സിറ്റുവേഷൻസുമാണ്. ആ ഡോറ് തുറന്ന് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ആ വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്. ഒരുപാട് ഇൻസിഡൻറ്റും ഒരുപാട് പ്രോസ്പിരിറ്റിയും ഒരുപാട് ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഒരാളുടെ അടുത്ത് നിൽക്കാൻ പറ്റിയ ഒരു സ്വഭാവം, അതായത് നിങ്ങളുടെ ജെനുവിനിറ്റി കാണിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നിങ്ങളുടെ ക്യാരക്ടറായിരിക്കും, നിങ്ങളുടെ സ്വഭാവമായിരിക്കും, നിങ്ങൾക്ക് പ്യുവറായിട്ട് ഒരിടത്ത് സംസാരിക്കാൻ പറ്റുക, മനസ്സ് തുറന്ന് ഒരിടത്ത് സംസാരിക്കാൻ പറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായി നിന്ന് നിങ്ങളുടെ തമാശകൾ, നിങ്ങളുടെ കോപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് വൃത്തികെട്ട സ്വഭാവം പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന, ഈവൻ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സെക്സ് എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന സമയത്ത് ഒരുപാട് ഇൻസിഡൻറ്റും ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രോബ്ലംസും അതുപോലെ തന്നെ ഒരുപാട് മെമ്മറീസ് ഓഫ് ലവും കൊണ്ടുവന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം ഈ വ്യക്തിയോട് ചില ക്യാരക്ടറൈസ്, അതുപോലെ തന്നെ ഈ വ്യക്തിയോട് ചില മാനറിസം വരെ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ എന്താ പറയുക, ചെറിയൊരു ഈ സംസാര ശൈലി പോലും നിങ്ങളിൽ ഉണ്ട് ആ വ്യക്തിയുടെ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ഇത് ഡിവൈനായിട്ട് ഡോറ് തുറന്ന് ഇൻസിഡൻ്റലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈനായിട്ട് നിങ്ങളെ കയ്യിൽ കൊണ്ട് തന്നൊരു പവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി മൂലം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളിലോട്ട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ജോലി സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ജെനുവിലി മനസ്സുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹെൽപ്പ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഫിനാൻഷ്യലും മറ്റു കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നം ഈഗോയോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. ബട്ട് എന്താ പറയുക, ചില പ്രശ്നങ്ങൾ, ചില അനുഭവങ്ങൾ വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടും ട്രോമാപരമായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവർ വന്ന സിറ്റുവേഷൻസ് അതേവനൊക്കെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു ടൈമായിട്ടാണ് കാണുന്നത്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മേ ബി ഒരു റിലേഷൻഷിപ്പ് ആവാനാണ് ചാൻസ് കൂടുതലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യ ടൈമിലൊന്നും നിങ്ങൾ ഈ വ്യക്തിക്ക് പിടികൊടുത്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ആദ്യ ടൈമിലൊന്നും നിങ്ങൾ ജെനുവിനി ഈ വ്യക്തിയുടെ അടുത്ത് സ്വഭാവമോ ഇഷ്ടമോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരിക്കാം. ബട്ട് ഈ വ്യക്തി പോയതിന് ശേഷം നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ വ്യക്തി പോയ സമയം തൊട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സ് തന്ന് പ്രണയിച്ച സമയം തൊട്ട് നിങ്ങൾ ആ വ്യക്തിനെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, ആ വ്യക്തിനെ പുറകെ നടത്തിയിട്ടുണ്ട്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഈ വ്യക്തി പോയ സമയത്ത് നിങ്ങൾ അതിൻ്റെ പെയിൻ ഭയങ്കരമായിട്ടും അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ആ പൂവുള്ള സമയത്ത് നിങ്ങൾ പൂവിൻ്റെ ഭംഗി ഭയങ്കരമായിട്ടും ആസ്വദിച്ചു, അതിനെ പറിച്ച് തലയിൽ വെച്ചു. പക്ഷേ ആ പൂ കരിഞ്ഞു പോയ സമയത്ത് നിങ്ങളതിൻ്റെ പെയിൻ മനസ്സിലാക്കി. അതില്ലാത്ത സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഭംഗി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി. കാരണം അത് കരിഞ്ഞു പോയി. അപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായി പോയി എന്നുള്ളതാണ് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, ഈ വ്യക്തിയുടെ ചില ചിന്താഗതികൾ, ഈ വ്യക്തിയുടെ ചില മാനസികങ്ങൾ, ഈ വ്യക്തിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കുന്ന ചില സമയത്തോട്ട് കടന്നു പോകണം. ചില പെയിനാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ വ്യക്തി എൻ്റെ ആരാണ്, ഈ വ്യക്തി എൻ്റെ ആരുമല്ല, പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും ചില ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് ജെന്യൂനാണ്, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. നമുക്ക് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മുന്നോട്ടുള്ള എനർജി എങ്ങനെയാണെന്ന്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് പ്യുവറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ ചെയ്ത ചില കർമാസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ മുന്നേ ചെയ്ത ചില കർമാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. മേ ബി നിങ്ങളൊരു ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു പൂച്ച കുറുക്ക് ചാടി അതിനെ വണ്ടി ഇടിച്ചു എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ചെറുതിലെ നിങ്ങൾ എന്തെങ്കിലും നോയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കർമ്മ പോലും പല ആൾക്കാരുടെ എനർജി ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കർമ്മ ആ പൂച്ച തന്നെ തീർക്കണം എന്നില്ല. ആ എനർജി ഇവിടെ പാസ്സാക്കി കോഡുകളായിട്ട് രൂപപ്പെട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കർമ്മപരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അത് വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ പൂച്ച മരിച്ച സമയത്ത് ചിലപ്പോൾ ആ പൂച്ചയുടെ ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പെയിൻ നിങ്ങൾ ചിലപ്പം അനുഭവിക്കേണ്ടി വരും. അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, പൂച്ചെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ്.
അപ്പം ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് മേ ബി ഇവർ തന്നെ വിചാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് ഇവർ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ പ്രപഞ്ചം അങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ചില കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഞാൻ പൂച്ചയുടെ കാര്യം എടുത്ത് പറഞ്ഞതല്ലോ, പക്ഷേ പൂച്ച തന്നെ ആവണമെന്നില്ല, ചില മാനസികമായിട്ടുള്ള പെയിനുകളുണ്ടാവും, ചില ആൾക്കാരിൽ നിന്നും ഉണ്ടാവുന്ന പെയിനുകൾ മേ ബി നിങ്ങളത് അറിയാണ്ട് ചെയ്ത ചില കർമ്മങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് ആ സമയം തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കാലം കഴിയുന്ന സമയത്ത് അത് പ്രോബ്ലംസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ലൂപ്പ് കണക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അവരായിട്ട് തന്നെ വരുന്ന സിറ്റുവേഷൻസ് അവരായിട്ട് തന്നെ ഹീൽ ചെയ്തിട്ട് പോവുകയും ചെയ്യും. കാരണം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് കർമ്മമാണ്. കാരണം രണ്ട് പേരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിൽ യൂണിവേഴ്സിന് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കർമ്മം ഉണ്ടായിരിക്കും, നിങ്ങൾക്കും കർമ്മം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു കാർമിക് പാർട്ട്ണറായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ഒരു ടൈം ആവുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോവുകയും ചെയ്യും. എന്താ പറയുക, അതൊരു കാർമിക് പാർട്ട്ണർ ആയിരിക്കണം കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട് ആയാലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും കാർമിക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരും. മേ ബി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം താമസിച്ചു, ആ രണ്ടാമത്തെ വർഷം നിങ്ങൾ പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് പണ്ട് നിന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ കാരണം വിഷമിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ ഉണ്ടാവണം. ഇത്രയും നല്ല ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിപ്പോഴും അറിയാം, ഭയങ്കരമായിട്ടുള്ള ഗ്ലാമർ ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ലുക്ക് ഉണ്ടായിരിക്കും, പക്ഷേ പണ്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ഗ്ലാമറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ കല്യാണം കഴിച്ചേക്കുന്നത് വേറൊരു ഒട്ടും ഗ്ലാമർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ അന്ന് ആ പയ്യൻ അല്ലെങ്കിൽ അന്ന് ആ വ്യക്തി അങ്ങനെ പ്രാവി കാണും, അങ്ങനെ വരണം എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് അങ്ങനത്തെ സിറ്റുവേഷൻ മേ ബി അവൻ്റെ മനസ്സങ്ങനെ ആഗ്രഹിച്ച് കാണുമായിരിക്കണം. മേ ബി ചില ആൾക്കാരെ സംബന്ധിച്ച് ചില ഇഷ്യൂസ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരികയാണ്, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടെന്നുണ്ട്. അപ്പം അതൊരു ഫയർ എനർജി ആയിട്ട് ആ വ്യക്തിയുടെ തീ ഒരു കാണും. ചില പെയിനുകളെന്ന് പറയുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകളെന്ന് പറയുന്നത് ഭയങ്കര വിഷമപരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ സമയമൊക്കെ അവർ തന്നെ ഡിവൈനായിട്ട് മാറ്റിത്തരുമെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം അവർ പെയിൻ തന്ന മനസ്സ് അവർ തന്നെ എടുത്തുകൊണ്ട് പോകും. ഒരു ടൈം ആകുമ്പോൾ ടൈം എൻഡ് ആവുന്ന സമയത്ത് അവർക്ക് തന്നെ റിട്ടേൺ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നീട് അവർ അനുഭവിച്ചോളും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തികൾ ഒരു കോൺട്രാക്റ്റ് സ്വീകരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്. ഈ കോൺട്രാക്റ്റ് സ്വീകരിക്കുക എന്ന് പറയുന്നത് യൂണിവേഴ്സലുമായിട്ടൊരു കോൺട്രാക്റ്റ് സ്വീകരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന്. മേ ബി ഒരു ടിൻ ഫ്ലെയിം ചെയ്യണമെങ്കിൽ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ചില ഇൻസിഡൻറ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇത്രയും എനർജി യൂണിവേഴ്സിൽ കൊടുക്കണം എന്നുള്ളത് യൂണിവേഴ്സൽ കോൺട്രാക്റ്റ് ആയിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇന്ന് ഈ വ്യക്തികൾ നിൽക്കുന്ന നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചൊരു വ്യക്തി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വിക്ടറി സക്സസ് ആണ് ചില ആൾക്കാരെ സംബന്ധിച്ച്. അത് നിങ്ങൾക്കത് ഫീൽ ആവും. ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. ഒരു വിക്ടറി സക്സസ്സിൽ നിൽക്കുന്ന ഒരു സമയം വരണം. കാരണം സ്പിരിച്വൽ അതെന്താ പറയുക, ചില ആൾക്കാർ ഭയങ്കരമായിട്ടും ക്ഷമ ഉണ്ടാകുന്നുണ്ട്, ഭയങ്കരമായിട്ടും എനർജി കാമാക്കി നിർത്താൻ പറ്റുന്നുണ്ടായിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടും ഈസിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൽ ആസ്വദിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നുള്ളതിന് കാണാൻ പറ്റും. അതായത് ഡിപ്പെൻഡൻസി, നിങ്ങളെ ഡിപ്പെൻഡഡ് ആക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, അത് ഭയങ്കരമായിട്ട് അവർ ആസ്വദിക്കുന്നൊരു സമയം വരെയാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. അത് നിങ്ങൾ നിന്ന് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കൊടുക്കാണ്ടിരിക്കുക, നിങ്ങളെ കാര്യം നോക്കി പോകാൻ നോക്കുക മാക്സിമം. അതാണ് നിങ്ങളവിടെ ചെയ്യേണ്ടതെന്നുള്ളതിന് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ചില ആൾക്കാരെ സംബന്ധിച്ച് സീരിയസ്ലി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളെ സംബന്ധിച്ച് 1, 2, 3 റിലേഷൻഷിപ്പ് ഉണ്ട്, കുറച്ചധികം റിലേഷൻഷിപ്പുള്ള ചില ആൾക്കാരെ സംബന്ധിച്ചാണ് കാണാൻ പറ്റുക. കാരണം അത് അങ്ങനത്തെ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം. 1, 2 പറ്റത്തില്ല, അതിന് മേളിൽ കുറേ എണ്ണം വേണം എന്നാഗ്രഹിക്കുന്ന ചില വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിസിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ പോലും ആ ഒരു എനർജി അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അവർ വളർന്നു വന്ന സാഹചര്യം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിരിക്കാം. അതായിരിക്കണം അങ്ങനെ. അപ്പം അതിലോട്ട് വീഴുന്ന ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ സംബന്ധിച്ച് സെക്സ് മാത്രം ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അവരുടെ നീഡ്സിന് മാത്രം ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ചില ഇഷ്യൂസായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ കാണുന്ന ചില എനർജി എന്ന് പറയുന്നത് ചില ആൾക്കാർ ഡെവിലിഷ് ക്യാരക്ടറായിട്ട് മാറുന്നത് അവർ വിചാരിച്ചിട്ട് മാറുന്നല്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഇവന് ഇത്ര മാറ്റം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഇത്ര അധികം മാറ്റം വന്നു, ഇതെങ്ങനെ ഇത്രയും ചേഞ്ചായി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പം എന്താ പറയുക, മാനസികപരമായിട്ടുള്ള ചില പെയിനുകൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടാവുന്ന സമയത്ത്, ആ വ്യക്തിയുടെ ലൈഫിൽ ചില ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ വ്യക്തി പോലും അറിയാതെ ചില ക്യാരക്ടേഴ്സ് ഉള്ളിലാവും.
ചില സമയത്ത് ആ വ്യക്തിക്ക് എങ്ങനെ പെരുമാറാം, അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ മുതൽ പഠിപ്പിച്ച് വെച്ച അച്ഛൻ്റെ ക്യാരക്ടറോ അമ്മയുടെ ക്യാരക്ടറോ ആയിട്ട് ട്രോമാപരമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം അതായിരിക്കും കൂടുതൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പം അതായിരിക്കും ആ വ്യക്തി പെരുമാറുന്നത് നിങ്ങളുടെ അടുത്തും. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ അടിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ തൊഴിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ കുത്തുവാക്ക് പറയുന്നുണ്ടായിരിക്കാം, നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പീക്കിൽ കൊണ്ടെത്തിച്ചിട്ട് അത്രത്തോളം നിങ്ങളെ അത് ഒരു ഡൗൺ സിറ്റുവേഷനിലാക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ആ വ്യക്തിക്ക് അതിന് നിങ്ങൾ ചിന്തിക്കുക, ആ വ്യക്തിക്ക് എന്ത് കർമ്മ കിട്ടാത്തത്, ആ വ്യക്തിക്ക് എന്തുകൊണ്ട് അതിന് എന്നെ ഇത്രത്തോളം ദ്രോഹിച്ചിട്ടും ആ വ്യക്തിയുടെ മനസ്സ് ഇത്രത്തോളം ഡൗൺ ആയിട്ടും ആൾക്കാരെ നശിപ്പിക്കുന്ന ആ വ്യക്തിക്ക് എന്തുകൊണ്ടൊരു കർമ്മ കിട്ടുന്നില്ല. ആ വ്യക്തിക്ക് എന്തൊരു കർമ്മ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന കർമ്മയാണ്. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള തെറ്റ് എനിക്ക് തിരിച്ച് കിട്ടി, അവിടെ തീർന്ന്, അടിച്ച് തിരിച്ച് കിട്ടി, പോയി. രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കും ടൈം പീരീഡ് ഉണ്ട്. കുറച്ച് കാലം നല്ല ജീവിതം, കുറേ കാലം അലന്ന ജീവിതം, അങ്ങനെ. പിന്നെ ചിലരുണ്ട് ഒരു 50 കൊല്ലം നന്നായിട്ട് ജീവിക്കും. 10 കൊല്ലം എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 10 കൊല്ലമല്ല, ഒരു 10 ദിവസം. ആ 10 ദിവസം അവർക്ക് കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മരണതുല്യമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, അത് ഭയങ്കര ബാഡ് സിറ്റുവേഷൻസാണ്. അത് അവർക്ക് അങ്ങനെയൊന്നും കിട്ടാണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ എത്ര വലിയ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും അങ്ങനെയെങ്കിലും കിട്ടാണ്ടിരിക്കട്ടെ എന്നുള്ളതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂക്കട്ട് മെൻറ്റാലിറ്റി ആയിട്ടുള്ള ചില ആൾക്കാർ അവരുടെ ലൈഫിലുണ്ടാകുന്ന ട്രോമാസ്, അവരുടെ ലൈഫിലുണ്ടാകുന്ന ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിലോട്ട് അടിച്ചേൽപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് മേ ബി അവർക്കത് ഒന്നും ആവാൻ കഴിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ജലസി ആയിരിക്കും, അവർക്ക് ഈഗോ ആയിരിക്കും, അവരുടെ ലൈഫിൽ അവരൊന്നും ആയിട്ടുണ്ടാവത്തില്ല. അത് നമ്മുടെ ലൈഫിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെയും അങ്ങനെ ആക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോകുന്നൊരു ടൈമായിട്ട്, അല്ല അങ്ങനത്തുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികളെ സംബന്ധിച്ച്. അപ്പം അങ്ങനത്തുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു അകൽച്ച നിങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരിൽ നിന്നും എന്താ പറയുക, ചില ആൾക്കാരെ സംബന്ധിച്ച് എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സഹിച്ച് നിൽക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആദ്യമേ നുള്ളിക്കളഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നീടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പാടാവും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. കാരണം നിങ്ങളത് സ്വീകരിച്ച് കയ്യിൽ വെച്ചെന്നാണ് കയ്പും ചിലരെ സംബന്ധിച്ച്. ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്ക് ഈ ഒരു കാറ്റഗറി പെടുന്നൊരു സംഭവം എന്ന് പറയുന്നത് 3 കാർഡാണ്. ഈ 3 കാറ്റഗറിയിൽ നിന്ന് പെടുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവർ പക്ക കോമഡി ക്യാരക്ടേഴ്സാണ്. കോമഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പുറമേ സംസാരവും കാര്യങ്ങളും അഹങ്കാരവും എല്ലാം കാണിച്ച് നടക്കുന്ന വ്യക്തികൾ ഇന്നർ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറായിരിക്കും. ഭയങ്കര പ്യുവർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഭയങ്കര പ്യുവർ എന്ന് പറഞ്ഞാൽ ഇവരെ കാണാൻ ഭയങ്കര അഹങ്കാരം, മുഖത്തൊക്കെ ഭയങ്കര അഹങ്കാരം, ഭയങ്കര ജാട, ഭയങ്കരമായിട്ടുള്ള ഫിസിക്ക്, ഡ്രസ്സിങ്, വെൽ സെറ്റിൽഡ് ആയി നിൽക്കുന്ന വ്യക്തികൾ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ പോയി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ പൂച്ചക്കുട്ടികളെ കണക്കായി പോകും. വെളിയിൽ ഭയങ്കര പുലിയായിരിക്കും ഇവർ, പക്ഷേ ഇവരുമായിട്ടൊരു എന്താ പറയുക, ഇവർക്ക് ഭയങ്കര വാല്യൂ ഒക്കെ ആയിരിക്കും, ഭയങ്കര പവറായിരിക്കും. പക്ഷേ എന്താ പറയുക, ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും പ്യുവറാണ്. നിങ്ങൾക്ക് കൂടെ ജീവിക്കാൻ പറ്റുന്നൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ്. അതായത് പുറമേ ഭയങ്കര ജാടായിരിക്കും, ഭയങ്കര അഹങ്കാരമായിരിക്കും, ഭയങ്കര സിറ്റുവേഷൻസ്. പക്ഷേ നിങ്ങളുമായിട്ട് അടുക്കുന്ന സമയത്ത് ഇല്ലാത്ത തമാശകളും കാര്യങ്ങളും അഹങ്കാരവും കാണിച്ച് നടത്തുന്ന വ്യക്തികളായിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്യുവർ വേൾഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കിങ് മേക്കേഴ്സാണ് ഇവർ. കിങ് അല്ല, രാജാവ് എന്ന് പറയുമ്പോഴത്തേക്ക് രാജാവ് മാത്രമാണ്. പക്ഷേ കിങ് മേക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഡേ തന്നെ അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല അവർ ജീവിക്കുന്നത്. നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യണം. ദേഷ്യമുള്ള വ്യക്തികളെക്കുറിച്ചും, ദേഷ്യമുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ സ്വഭാവം ഇങ്ങനെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരെന്താ പറയുക, അവർ ഭയങ്കര കാമായിരിക്കും, റൊമാൻറ്റിക് ആയിരിക്കും, ഭയങ്കര ഫീലായിരിക്കും. പക്ഷേ ഇങ്ങനത്തുള്ള വ്യക്തികളെ നിങ്ങൾ പെയിനാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തികൾ വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾ പഠിക്കത്തില്ല. ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരണം. നിങ്ങളുടെ ലൈഫിൽ കർമ്മപരമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഇല്ല, നിങ്ങളുടെ ലൈഫിൽ ഇത് വരണം എന്ന് യൂണിവേഴ്സായിട്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരുന്നതാണ്. അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ, ആരുടെയൊക്കെ ചില പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളവിടെ എത്തണം എന്നുള്ളത്
എഴുതപ്പെട്ടതാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രം ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം യൂണിവേഴ്സിൻ്റെ ചൈൽഡായിട്ട് ചില ആൾക്കാരുണ്ട്. അതായത് യൂണിവേഴ്സിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അതായത് ദൈവങ്ങൾ പോലും ഇഷ്ടപ്പെടുന്ന ചില ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. അതായത് ഈ അത്രയും പ്യുവർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തുള്ള ആൾക്കാർ ഈ പറയുന്ന ഫസ്റ്റ് പൈലുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ പറയുന്ന ആൾക്കാരും നിങ്ങൾ ചൂസ് ചെയ്ത ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അവർ വാട്ടർ സൈനാണ്. അവർ വാട്ടർ സൈൻ ആണെങ്കിൽ പോലും അവരെ കൂടെ എപ്പോഴും ഒരു ഫയർ ഉണ്ടായിരിക്കും. അവരുടെ കൂടെ ഫയർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സൂര്യൻ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം എന്ന് പറയുന്നത് അവരെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫയറായിട്ട് അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് പറ്റും. അപ്പം ഫയർ എനർജിയും വാട്ടർ സൈനും ചേരും. ചില ആൾക്കാർ തമ്മിൽ ചേരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇൻസിഡൻറ്റിൽ വരുന്നൊരു ചില ആൾക്കാരായിരിക്കും ഈ വ്യക്തികൾ. ഈ വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. ചില സംഭവങ്ങളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കർമ്മിക്ക് പറഞ്ഞ മറ്റു സിറ്റുവേഷനും മേ ബി ഒരു 10 ദിവസം 15 ദിവസമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് കണ്ട് തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കുറേ പാഠങ്ങളും പഠിപ്പിച്ചിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകാൻ തുടങ്ങും. അങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബ്യൂട്ടി എന്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ സോൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സോൾ അങ്ങനത്തെ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള സോളാണ്. അതായത് ആ വ്യക്തിയുടെ സോളിന് പറ്റും, ചില കാര്യങ്ങൾ പറ്റും എന്ന് കാണിക്കുകയാണ്. ചില സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആക്കാനും എല്ലാത്തിനും കഴിയും എന്നുള്ളൊരു സംഭവമായിട്ടാണ് അത് അങ്ങനത്തുള്ള കാറ്റഗറിയാണേ. അപ്പം ചില സംഭവങ്ങൾ ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ ചില ആൾക്കാർ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര പവർഫുള്ളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താ പറയുക, പഞ്ചഭൂതങ്ങളുടെ പവറുള്ള 5 പഞ്ചഭൂതങ്ങളുടെ പവറുള്ള ആൾക്കാരാണ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. കർമ്മ ബോച്ച് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താ പറയുക, ഭയങ്കരമായിട്ടും ഡിസിഷൻ ഇത് ഈ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവരുടെ ഫേസ് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ പബ്ലിക്കിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ഫേസ് ഇങ്ങനെ മാറും. പക്ഷേ എന്താ പറയുക, ഭയങ്കര വിറയലും കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയും. പക്ഷേ ഇവരുടെ പവർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് ഫിസിക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി ഉള്ള ആൾക്കാരാണ് കാണാൻ പറ്റുന്നത്. ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി നശിപ്പിക്കാൻ പറ്റും. പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ദൈവത്തിനെ വിളിച്ച് ചില ആൾക്കാർ വന്ന് പ്രാവും അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നിങ്ങളങ്ങ് പ്രാവിക്കളയും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ ചെറുതായിട്ട് നോയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അങ്ങനത്തുള്ള ശേഷിയോ കാര്യങ്ങളോ സംസാരിച്ചുള്ള ശേഷിയോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാവിക്കളയും, ഭയങ്കരമായിട്ടും നീ മുടിഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുപ്പിലൊക്കെ പറഞ്ഞോളെ. പക്ഷേ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഏക്കും. അത് കണ്ണേറ് കമ്പയർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പ്രാവും നല്ല സിമ്പിളായിട്ട് വന്നിട്ടങ്ങ് പ്രാവിയിട്ടങ്ങ് പോകും. അങ്ങനെ പ്രാവുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് വരുന്ന ചില ഇഷ്യൂസ്, നിങ്ങളുടെ കരിയർ ബാധിക്കാൻ പറ്റുന്ന ചില ഇഷ്യൂസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉള്ള സംഭവം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ട്രോമാപരമായിട്ടുള്ള നെഗറ്റീവ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു ട്രോമ തന്നിട്ട് പോകുന്ന ചില ആൾക്കാരും ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിനായിട്ട് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് പൈലോട്ട് പോകാം. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പൈൽ, രണ്ടാമത്തെ പൈൽ. അപ്പം നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിരുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സിറ്റുവേഷൻസും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസും അതുപോലെ തന്നെ ആ വ്യക്തിയെ കുറിച്ചും ആണ് നോക്കാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കറൻ്റ്ലി ആ വ്യക്തിയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പെട്ടെന്ന് ഡിപ്രഷൻ ആവുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും പെയിൻ ആവുന്നുണ്ട്, ഭയങ്കര ടെൻഷനാണ്. എന്താ പറയുക, എനർജി
പെട്ടെന്ന് ലോസാക്കും, ഭയങ്കരമായിട്ടും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ എനർജി ലോസാക്കുന്ന ചില വ്യക്തികളായിട്ടാണ് കാണുന്നത്. കൂടുതലും സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം, ഭയങ്കര എനർജി ഉള്ള വ്യക്തികളായിരിക്കണം. ബട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബ്രോക്കൺ ഹാർട്ടായി പോകും, ഭയങ്കരമായിട്ടും പെയിൻഫുള്ളായിട്ടാണ് ഈ സമയത്ത് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് ഇഷ്യൂസ് അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഇവൻ ഫിനാൻഷ്യലി ആയാലും കരിയർ റിലേറ്റഡ് ആയാലും റിലേഷൻഷിപ്പ് എബോട്ടായാലും ഒരുപാട് ട്രോമാസ് ഉണ്ട് ആ വ്യക്തിക്ക്. ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ, ട്രോമാസ് ആ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ് ഇവൻ. മേ ബി ഒരു ഫാമിലി ഉണ്ടാവുന്ന വ്യക്തികളായിരിക്കാം, ഫാമിലി ഉള്ള വ്യക്തികളായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇവൻ. ഫ്രണ്ട്സ് ഫാമിലി പരമായിട്ടൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് വന്ന വ്യക്തികളാണ്. വലിയ രീതിക്കുള്ള ഒരു ഒരുപാട് ആൾക്കാരെ ഒരുപാട് ജെനുവിനായിട്ട് അങ്ങ് സ്നേഹിക്കും. പക്ഷേ ഈ വ്യക്തികൾ ലൈഫിൽ അടുപ്പിക്കുന്ന വ്യക്തികൾ തന്നെ ഈ വ്യക്തികൾക്ക് പ്രശ്നമാകും എന്നുള്ളൊരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഒരു ജെനുവിൻ ക്യാരക്ടറാണ്. ജെനുവിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കാൻ വേണ്ടി ചെയ്യും. അതായത് ഈ വ്യക്തിയുടെ കാര്യം സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, ഒരു സംഭവം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്തെങ്കിലും ഞാൻ അതാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേതാണ് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ചില പവറുകൾ ആ വ്യക്തിയുടെ കയ്യിലുണ്ട്. ആ ഒരു സംഭവം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ വ്യക്തികൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണെങ്കിൽ പോലും ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചില ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, ഓൾമോസ്റ്റ് ഭയങ്കര സ്റ്റക്കായി പോകും. അപ്പം വാശി കയറിയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്തോളയും. അങ്ങനത്തെ ഉള്ളൊരു സമയമായിട്ടാണ് അതായത് ഞാൻ ടോട്ടലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചില ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അവർക്ക് മറന്നു കഴിഞ്ഞാൽ അവർക്കത് പൊറുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക, അവർ ബ്ലോക്ക് ചെയ്തോളയും, ഒന്നും പറയാണ്ടങ്ങ് പൊക്കളയും. അല്ലെന്നുണ്ടെങ്കിൽ തീരുമാനം ഇവർ നിങ്ങളെ അറിയിക്കത്തില്ല, എന്നിട്ട് ഭയങ്കരമായിട്ടും പെയിൻഫുള്ളാവും. പെട്ടെന്ന് ഇൻസിഡൻറ്റിൽ മേ ബി നിങ്ങളെ കയ്യിലൊരു തെറ്റും ഉണ്ടാകത്തില്ല, പക്ഷേ അവരത് ഓരോന്ന് ചിന്തിച്ച് നിങ്ങളെ കയ്യിൽ തെറ്റുണ്ട് എന്ന് നിങ്ങളെ ഫിക്സ് ചെയ്യിപ്പിച്ചിട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോക്കളയും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവത്തില്ല, വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഒരു ക്ലാരിറ്റി തരത്തില്ല. ചില സിറ്റുവേഷനിൽ ക്ലാരിറ്റി തരത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങളെക്കാളും പെയിൻ ആയിരിക്കും ഈ വ്യക്തി. ഇപ്പം നിങ്ങൾ മനസ്സിൽ നിൽക്കുന്നൊരു വ്യക്തി, മനസ്സിൽ വിചാരിക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പെയിനാവും. അതുപോലെ തന്നെ ചില സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇമോഷണലി ബാലൻസ് ഇല്ലാത്ത വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഫയർ എനർജി നിൽക്കണം, ഞാൻ അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയുന്ന വ്യക്തികൾ ആണ് ഇവർ. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും സീരിയസ്ലി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഇൻസിഡൻറ്റ്, വലിയ രീതിക്ക് ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ താങ്ങും എന്നൊക്കെ കാണും. പക്ഷേ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യും. പക്ഷേ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ തരണം ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഡൗൺഫുള്ളായിട്ട് ഡിപ്പെൻഡഡ് ആയി പോകും ചില സമയത്ത്. മേ ബി വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ട്രോമാസ് തരണം ചെയ്ത് വന്ന വ്യക്തികളായിരിക്കണം. അപ്പം ഇമോഷണലി നിങ്ങളുമായിട്ട് കൂടുതലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണിവർ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന വ്യക്തികളാണിവർ. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തികൾ വന്ന സമയത്ത് ആ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഭയങ്കര കംഫർട്ടാണ്, ആ വ്യക്തികൾക്ക് പറ്റുന്ന ആൾക്കാരാണ്, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ആ വ്യക്തികൾക്ക് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ സെറ്റായിട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ആ വ്യക്തിയുടെ കർമ്മകളും ആ വ്യക്തിയുടെ ഇൻസിഡൻറ്റും ആ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് എനർജി പരമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ട് ആ വ്യക്തിയുടെ കാര്യം നോക്കി പോയി. ഇങ്ങനെയാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ചില ആൾക്കാരെ ഇപ്പം അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, മേ ബി തേർഡ് പാർട്ടീസ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇപ്പം നിങ്ങൾ ഡിപ്പെൻഡഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾക്കൊരു പ്രോമിസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരാത്ത പക്ഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു പിടി തരുന്നില്ല എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണാൻ പറ്റും, തേർഡ് പാർട്ടിയുടെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുള്ളതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ വ്യക്തിയെ ഒരു രീതിക്കും വേദനിപ്പിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ വ്യക്തി വേദനിച്ച് പണ്ടരടങ്ങി നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഇഷ്യൂസും ഒക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സ്നേഹം മാത്രം മതിയായിരിക്കും.
പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ആൾ നോക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാണാൻ പറ്റുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ആ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടും പെയിൻഫുൾ ആവുന്നുണ്ട്. ചില ഡിസിഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ചില ഹാബിറ്റ്സുകൾ ഈ വ്യക്തിയിലെ പല പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, എന്താ പറയുക, നിങ്ങൾ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, ഒരു സോൾമേറ്റ് കണക്ഷൻസ് ആയിരിക്കാം, ഒരു ടിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് എനർജീസും ഉണ്ടായിരുന്നു. ബട്ട് രണ്ടുപേരും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സോൾ കുറച്ചും കൂടെ ഡീപ്പിലി നിങ്ങളുമായിട്ട് അടുത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു വ്യക്തി. കാരണം നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചു, നിങ്ങൾ കുറേയൊക്കെ ഓക്കെ ആയി. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ സംബന്ധിച്ച് ആളൊന്നും പഠിച്ചിട്ടില്ല, ആളൊരു സിറ്റുവേഷൻസും പഠിച്ചിട്ടില്ല, ആൾ ഭയങ്കര ഡാർക്ക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആൾ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ ആരാണോ മനസ്സിൽ വെച്ചാൽ ആ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്താ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതായത് കുത്തിത്തിരിപ്പ് ഉള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളടുത്ത് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം എന്ന് പറയുന്നൊരു കാര്യം ആ വ്യക്തി അത് മറച്ച് വെക്കാൻ പറ്റത്തൊന്നുമില്ല ആ വ്യക്തിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒപ്പിയെടുക്കും. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ആ വ്യക്തി ഒപ്പിയെടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് വരാം, നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും ആ വ്യക്തിയോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന്. കാരണം അത്രത്തോളം ആ വ്യക്തി കെയറാണ്, അത്രത്തോളം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ബോധേഡ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സൂക്ഷ്മമായിട്ട് പഠിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എല്ലാം തിരക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. പക്ഷേ നിങ്ങളെക്കുറിച്ച് എല്ലാം ഒപ്പിയെടുക്കും. നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വ്യക്തി ചൂർന്നെടുക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ പിന്നീട് പ്രത്യേക ഒരു സമയത്ത് നിങ്ങൾക്ക് പണി തരണം അങ്ങനത്തെ ഉള്ള ഇൻസിഡൻ്റ് ഒന്നും അല്ല. പക്ഷേ എല്ലാം അറിയണം, അല്ലെങ്കിൽ ആ ഒരു ജിജ്ഞാസ ഉണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെ എല്ലാം പോയി ചോദിക്കും ഈ വ്യക്തി. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി റിലേറ്റീവ്സിനെ വിളിച്ച് ചോദിക്കാതെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ വ്യക്തി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളെക്കുറിച്ച് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. ഇവിടെ മെയിൻലി വരുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ഈ നിങ്ങളുടെ മേലിൽ ഈ വ്യക്തിയുടെ കണ്ണ് എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾ അത്രത്തോളം ഇഷ്ടമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡൻസി, ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു വേസ്റ്റ് സ്വഭാവം കണക്ക് തോന്നിയ ഒരു വ്യക്തിയായിരിക്കണം ഇതെന്തിങ്ങനെ കാണിക്കുന്നത്, ഇതെന്തൊരു ക്യാരക്ടറാണ്, ഇതെന്ത് സ്വഭാവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയൊരു ആളായിരിക്കണം. പക്ഷേ ഇത് പോകെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിങ്ങൾക്ക് ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു എന്നുള്ളതായിട്ടാണ് ഇവിടെ ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എല്ലാത്തിലും മുന്നേറണം. മരണ വീട്ടിൽ പോയാൽ മരിച്ച് കിടക്കണം, കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കല്യാണം ചെറുക്കനാവണം, അങ്ങനത്തെ ഉള്ളൊരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാത്തിലും കോമ്പറ്റീഷൻ. അതായത് എന്ത് ചെയ്താലും എനിക്ക് അവിടെ ഫസ്റ്റ് ആവണം, എന്നെക്കാളും മേളിൽ ഒരാൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ എന്നെക്കാളിലും നീ മേളിലാവാൻ പാടില്ല, നീ എന്നെക്കാളും താഴ്ന്ന് നിൽക്കണം. എല്ലാത്തിലും അതായത് എന്താണ് പറയണ, നീ എനിക്ക് മേളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല, നീ എനിക്ക് മേളിൽ സംസാരിക്കാൻ പാടില്ല. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ടോക്സിക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്നിനും വിടത്തില്ലായിരിക്കണം, ഭയങ്കര ആക്ഷൻ എടുക്കും, പെട്ടെന്നാണ് ആക്ഷൻ എടുക്കണം. എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം നിങ്ങളൊന്ന് അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയുമായിരിക്കാം. നിങ്ങളങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടും ഡൗൺ ഫീലർ ആക്കുന്ന ചില ക്യാരക്ടേഴ്സായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അടിച്ചാൽ പോലും നിങ്ങൾ തളരായിരിക്കും. പക്ഷേ ചില കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളെക്കാളും ഒരു സക്സസ് വേണം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഒരു പടി മുന്നോട്ട് പോകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിനെ സംബന്ധിച്ച് തേർഡ് പാർട്ടി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുഖ്യം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം തേർഡ് പാർട്ടി ആയാലും പ്രശ്നങ്ങൾ എന്ത് ഇഷ്യൂസ് ആയി കഴിഞ്ഞാലും ഈ വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തി കണ്ണും കൂട്ടിയൊരു തീരുമാനം എടുക്കും. അത് എന്താണ് പറയുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. ആ വ്യക്തിക്ക് എന്താണോ അനുയോജ്യം അത് ആ ഒരു തീരുമാനം ആ വ്യക്തി എടുക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആക്ഷൻ എടുക്കും ഭയങ്കരമായിട്ടും.
അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകൾ, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുറവുകൾ അത് ചൂണ്ടിക്കാണിക്കും ആ വ്യക്തി. അത് വേറൊരു രീതിക്കായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു കുറവുകൾ ചൂണ്ടിക്കാണിക്കും, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി വലിയ വാല്യൂ ഒന്നും എടുക്കത്തില്ല. നിങ്ങൾ ആ വ്യക്തിനെ കുറിച്ച് അങ്ങനെ ഗ്രേറ്റ് ആവണം, കുറച്ച് നല്ല രീതിക്ക് പോകണം, സെറ്റ് ആവണം എന്നൊക്കെ പറയും. പക്ഷേ ആ വ്യക്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നല്ല സമയം വരുമ്പോഴും നിങ്ങൾ അത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയത്തില്ല, ഒന്നും പറയത്തില്ല. കുഴപ്പമില്ല എന്ന്, എത്ര നല്ലതുണ്ടല്ലോ കുഴപ്പമില്ല, ആ ഒരു രീതിക്കേ പറയത്തുള്ളൂ. ആ ഒരു ആക്ഷൻ മാത്രമേ ആൾ എടുക്കത്തുള്ളൂ. പക്ഷേ ആ വ്യക്തിയുടെ ഒരു സംഭവം അടുത്തോട്ട് വരുന്ന സമയത്ത് ആ വ്യക്തി അത് ഭയങ്കരമായിട്ട് ബോധേഡാവും. അപ്പം നിങ്ങൾക്കതൊരു പെയിൻഫുള്ളാണ്, നിങ്ങൾക്കവിടെ വിഷമം. അതായത് നാർസിസ്റ്റ് സ്വഭാവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില ആൾക്കാരെ സംബന്ധിച്ച് മേ ബി അവർക്ക് ആ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. തീരുമാനമെടുക്കുക, അവരുടെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽത്ത് പ്രോബ്ലം വരുന്ന സമയത്ത്, അവർക്കൊരു ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ ബോധേഡാവും. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഈ വ്യക്തി ഒന്നും കാണത്തില്ല. മേ ബി ഈ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആഹാരം, അല്ല ആ വ്യക്തി ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. പക്ഷേ നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ആഹാരം മേടിച്ച് തരികയോ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോ എന്നൊന്നും ചോദിക്കത്തില്ല. അതാണ് ആ നീഡ്സ്. നിങ്ങൾക്ക് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ സമയത്ത്, ചില സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്ത് ക്യാരക്ടറാണ്, ഫിനാൻഷ്യൽ വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പല രീതിക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു പേരിൽ ഈ വ്യക്തിയുമായിട്ടൊരു അടുപ്പമുണ്ട്. മേ ബി എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംഫർട്ടായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഭയങ്കര കംഫർട്ടായിരിക്കും. ആ വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കംഫർട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാനും എന്താ സിറ്റുവേഷനും കൊണ്ട് പോകാനുള്ള കംഫർട്ടുണ്ട്. പക്ഷേ മേ ബി ആ വ്യക്തി ഒരു ക്യാരക്ടറായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി വളർന്നുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ഫിനാൻഷ്യലൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുപോക്കളയും. അങ്ങനത്തുള്ള ചില ആൾക്കാർ ഭയങ്കര പൈസ മുടക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര പൈസ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഫൈറ്റിംഗ് എനർജിയാണ്. സംസാരം കൊണ്ടുണ്ടാകുന്ന ഫൈറ്റിങ്, സംസാരം കൊണ്ടുണ്ടാകുന്ന എനർജി, അതുപോലെ തന്നെ എന്താ പറയുക, എപ്പോഴും അടി, ബഹളം, പ്രശ്നം, കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ളൊരു എനർജി ആയിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടേത് കൂട്ടുകാരനായാൽ പോലും അങ്ങനത്തെ ഉള്ളൊരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് നിങ്ങൾ മുന്നോട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, പക്ഷേ എപ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുക, തർക്കം, സംസാരം കൊണ്ടുണ്ടാക്കുന്ന തർക്കം, അങ്ങനത്തുള്ള കുറച്ച് പ്രശ്നങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് പക്ഷേ പിന്നെ ഒരുമിക്കും. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇഷ്യൂസ് ആയിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ജേണിപരമായിട്ട് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്, കാർമിക് സോളോ അല്ലെങ്കിൽ അതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരാൻ വന്ന വ്യക്തികളാവണം. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയിൽ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. ഈ വ്യക്തിയുടെ മാനറിസം, ഈ വ്യക്തിയുടെ കാര്യം ഇങ്ങനെ ആവാൻ പാടില്ലെന്ന് പഠിച്ചു കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്ന് ചിലർ പഠിച്ചു കാണും. ചിലരെ സംബന്ധിച്ചിട്ട് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റ് വഴി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്ന്. ഇവൻ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, എടുക്കേണ്ട ഡിസിഷൻ ആണെങ്കിലും എടുക്കാത്ത ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ഈ വ്യക്തി മൂലം വേറെ ഉള്ള ആൾക്കാരിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ റീഡിങ് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പോയി സ്പിരിച്വൽ ജേണിയിലോട്ടൊക്കെ കടന്ന് കാണാം. അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാശിയൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകണം എന്നുള്ളൊരു വാല്യൂ ഈ സമയത്ത് വരുന്നത് ഈ വ്യക്തി കാരണമായിരിക്കണം. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെയായിട്ടാണ് കാണാൻ വരുന്നത്. ഇപ്പം ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു ബാഗും കൊണ്ടായിരിക്കും വരുന്നത്. അതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിലൊരുപാട് പേനകളും കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളെ എഴുതി പഠിപ്പിച്ചിട്ട് ആയിരിക്കും ആ വ്യക്തിയുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിനെക്കുറിച്ച് ഒരു പിടുത്തമില്ലായിരിക്കും, ആരാണ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ജസ്റ്റ് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, എന്തോ എവിടെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള. ആ കണക്ഷൻ അവസാനം എൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് കണക്ഷൻ ആയിരുന്നു എന്ന്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളൊരു വ്യക്തിയെ നിങ്ങൾ ഇടയിൽ വെച്ച് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പരിചയ സമയത്ത് അല്ല എന്താ പറയുക, പഠിക്കാൻ പോകുന്ന സമയത്ത് പരിചയപ്പെടുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യക്തിയെ ഞാൻ തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മൾ അറ്റാച്ച്ഡ് ആയല്ലോ, ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷേ ആ റിലേഷൻഷിപ്പ് എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാർമിക്കായിരുന്നോ, ടിൻ ഫ്ലെയിം ആയിരുന്നോ, സോൾമേറ്റ് ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കാലം നിങ്ങളെ തെളിയിക്കും. അപ്പം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങളെ ലൈഫിൽ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കലും എന്നാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ആവാൻ പാടില്ല എന്നാവും. അല്ലെന്നുണ്ടെങ്കിൽ ചില ഇൻസിഡൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഈ വ്യക്തി, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കും ഈ വ്യക്തി പോലും ഇൻസിഡൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ടായിരിക്കും. ഒരു വെളിച്ചം തരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി പോലും അറിയാണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റഡ് ആയിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. എന്നിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകുന്നതായിട്ടൊക്കെ ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, അത് ഒരു ബെറ്റർ പൊസിഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറേ സംഭവം എടുത്തുകൊണ്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ചില സംഭവങ്ങളായിരിക്കും ആ വ്യക്തി പഠിപ്പിച്ച് തന്നിട്ട് പോകുന്നത്. അത് പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ തരും ലൈഫിൽ. ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ മിററാണ്. ഇത് നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല, നിങ്ങളുടെ സോളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ട് നിൽക്കുന്ന മിററാണ്. അതായത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ഓപ്പോസിറ്റിൽ നിന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില ആൾക്കാരായിരിക്കും. ഈ വ്യക്തി വന്നത് നിങ്ങൾക്ക് നല്ലത് തരാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം തരും. പക്ഷേ ഒരു സമയം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ബാഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അത് വരാൻ തുടങ്ങും. കാരണം ഡീപ്പിലി നിങ്ങൾ അടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നോർമലി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നോർമലി നിങ്ങളുടെ കാര്യം നോക്കി പോകുന്ന സമയത്ത് ഇത് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല, വാട്ടർ സൈൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അടുക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു സമയം, ഒരു സെക്കൻഡിൽ നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാവും ആ വ്യക്തിയുമായിട്ട്. ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രണയമോ കാര്യങ്ങളെല്ലാം തോന്നുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് പിന്നെ ഫയറായിട്ട് മാറും. അത് ഭയങ്കരമായിട്ടും പ്രോബ്ലംസ് ആയിട്ട് മാറാൻ തുടങ്ങും. കാരണം ഫയറും വാട്ടർ സൈനും കൂടെ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും തർക്കമാണ്. ഇതിലേതോ ഒന്ന് മാത്രമേ ഇതിൽ വിജയിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു തർക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പിന്നെന്താണ്, ഡ്രസ്സിങ് രീതി ആയിരിക്കണം. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പം ഞാൻ ഒരു റിലേഷൻ ഒരാളാവുന്ന സമയത്ത്, ഇപ്പം ഒരു ബോയും ഒരു ഗേളും റിലേഷനിലാവുന്ന സമയത്ത് രണ്ടുപേർക്കും എന്തായാലും മാറ്റം വരാൻ തുടങ്ങും. കാരണം അതിന്ന് വരെ അലമ്പായിട്ട് കുളിക്കാണ്ട് നനയ്ക്കാണ്ട് നടക്കുന്ന വ്യക്തികൾ എന്നെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരാളുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരുങ്ങാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തിയുടെ മുടി ചീവാൻ വേണ്ടി തുടങ്ങും, നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടി തുടങ്ങും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആൾ ചേഞ്ച് ആവാൻ തുടങ്ങും. നല്ല ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടും, നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം അതിന്നവരെ ഒരു തീരുമാനം, ഒരു മണ്ണും തേങ്ങ അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കാം. ഈ ഒരു വ്യക്തി വരുന്ന സമയത്ത് ടോട്ടലി അങ്ങ് ചേഞ്ച് ആവും. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും, നമ്മൾ ചിന്തിക്കും, ഈ കല്യാണം കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തി വന്നതിന് ശേഷം ഭയങ്കര മാറ്റമില്ല, ഭയങ്കര ഇങ്ങനെ ആയത് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അപ്പം അവർ ചിന്തിക്കും ആരും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരാളുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റേ വ്യക്തി തീരുമാനങ്ങളും ഡിസിഷൻസും കാര്യങ്ങളും ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാക്കി മാറാൻ തുടങ്ങും. ചേഞ്ച് ആവാൻ വേണ്ടി, ഒരു ട്രാൻസ്ഫർമേഷൻ ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ട്രാൻസ്ഫർമേഷനായ ഒരുപാട് പേരുണ്ടായിട്ടാണ് കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ ഡ്രസ്സിങ് രീതിയിലായാലും, നിങ്ങളുടെ ഫിസിക്കലായാലും, നിങ്ങളുടെ എനർജിയിലായാലും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായാലും, നിങ്ങളുടെ സ്വഭാവമായാലും, നിങ്ങൾ ആ കഴിക്കുന്ന ആഹാര രീതിയിലായാൽ പോലും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഈവൻ ഫുഡ് ഡയറ്റ് പോലും ആയാലും ഈ ഡ്രസ്സിങ്ങിനെ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില സിറ്റുവേഷൻസിലോട്ടൊക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാറുന്നൊരു സിറ്റുവേഷൻസായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ പുറമേ കാണുന്ന വ്യക്തി ഒന്നും അല്ല, ഇത് ഉള്ളിൽ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോളാണ്. നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നിൽക്കുന്നൊരു സോൾ ആയിരിക്കത്തില്ല ആർക്കും. ഇപ്പം എനിക്കും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സോളിൻ്റെ സംഭവം. അപ്പം നിങ്ങളൊരു മാജിക്കൽ മിറർ തന്നെയാണ് നിങ്ങൾ സെക്കൻഡ് ബൈയിൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച്. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേണിയായിട്ട് ഇൻഫ്ലെയിം ചെയ്യണേ, ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നു. ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആവും.
കണക്റ്റഡ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ചില സിറ്റുവേഷൻസ് വരാൻ തുടങ്ങും. സർപ്രൈസായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജി അത്രയും വൈബ്രൻ്റ് ആയതുകൊണ്ടും അത്രയും എനർജറ്റിക് ആവുന്ന വ്യക്തികളായതുകൊണ്ടും തന്നെ നിങ്ങൾ ചിലപ്പോൾ ലോ എനർജി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പം നിങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങളെ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു കണക്ഷൻ തോന്നും, നിങ്ങളുമായിട്ട് എനർജിയിലോട്ട് തരും. അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാകും. അവിടെ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് വാല്യൂ തരാത്ത ചില ആൾക്കാർ നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ വാല്യൂ തരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ കളഞ്ഞിട്ട് പോയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ക്രിയേറ്റഡ് ആവും. അവിടെ ക്രിയേറ്റഡ് ആവുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, നിങ്ങളെ ഒഴിവാക്കിയ ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇതൊരു സോൾ കോൺട്രാക്റ്റാണ്. ഇത് കണ്ണും പൂട്ടി നിങ്ങളുടെ ഡിവൈൻ എടുക്കുന്ന തീരുമാനമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ സമയം മാറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡിസിഷൻ മാറ്റാൻ വേണ്ടിയും നിങ്ങളുടെ ലൈഫിലെ ജീൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില ഇഷ്യൂസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ അച്ഛൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേൻ്റെ ജീവിതത്തിലോട്ടോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ജീവിതത്തിലോട്ടോ ഇങ്ങനത്തുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കണം. കാരണം ആ പാരമ്പര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് നിങ്ങൾ ഫാമിലി അടുത്ത് ആരും ചോദിച്ചു നോക്കിയാലും മതി, ഇങ്ങനത്തുള്ള ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നു. കാരണം കൺട്രോൾഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഒപ്പിടാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ആ ഒരു ഗണത്തിലുള്ള ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അത് പ്യുവറായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തുള്ള ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങും. ഒരാളെങ്കിൽ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തുള്ള ഇൻസിഡൻറ്റ് വരും. വന്നിട്ട് ചിലപ്പോൾ മേ ബി ഒരു ദിവസം കൊണ്ടൊക്കെ വന്ന് പോകുന്ന ആൾക്കാരും ആയിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നൊരു ഇഷ്യൂസ് അല്ലെ, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര പ്യുവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ജെന്യുൻ ക്യാരക്ടറാണ്, ഒരു ഫാദർലി എനർജി, ഒരു മദർലി എനർജി, ഒരു ഗാർഡിയൻ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു എന്താ പറയുക, മെൻറ്ററായിട്ടൊക്കെ ഈ വ്യക്തിനെ കരുതാൻ പറ്റും. മെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി നല്ലൊരു ജോലിയുള്ള വ്യക്തിയായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല കരിയർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ചില വ്യക്തികളായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ്, സ്വഭാവം എന്നൊക്കെ പറയുന്നത്, ആൾക്കാരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഗുഡ് ഹാബിറ്റുള്ളൊരു പെരുമാറ്റം ഉള്ള ആൾക്കാരായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരെ ഞാൻ എല്ലാവരെയും എടുത്ത് പറഞ്ഞത്, ചില ആൾക്കാരെ സംബന്ധിച്ച് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, ഒരു ഭയങ്കര ഡിസിഷൻ എടുത്തോളാം. ഭയങ്കര ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ആ സമയത്തെ ഒരു ഇഷ്യൂ ആണ്. ആ ഒരു സമയത്തെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് എടുത്ത് ചാടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് വേണ്ട, മറ്റാണ് മറിച്ചാണ്, സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്തേക്ക് അതൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ടോട്ടലി ഡൗൺ ആയി പോവുകയും ചെയ്യും. അങ്ങനത്തെ ഉള്ള സമയമായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ എടുക്കുന്ന തീരുമാനത്തിൽ പിന്നീട് ഒരു വിഷമിക്കത്തോ കാര്യങ്ങളൊന്നുമില്ല, അതങ്ങനെ പോയി എന്നുള്ളതായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് വിഷമിക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് വിഷമിക്കത്തില്ല. കാരണം അതവരുടെ ബ്ലഡ് ലൈൻ ഉള്ള ആൾക്കാരാണ്. ആ ഫ്രസ്ട്രേഷൻ, ആ ദേഷ്യം, പെട്ടെന്നുള്ള തീരുമാനം, പെട്ടെന്നുള്ള ഡിസിഷൻ. പക്ഷേ പിന്നീട് നിന്ന് വിഷമിക്കും, സോറിയടാ അല്ലെങ്കിൽ സോറി എടി എന്നൊക്കെ വന്ന് പറയുമായിരിക്കും. അങ്ങനത്തെ ഉള്ള സംഭവമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കൺട്രോൾ ഇല്ലാത്തൊരു തീരുമാനം, കോൺട്രാക്റ്റ് ഒന്നും കൺട്രോൾ ഇല്ലാത്ത തീരുമാനം എടുത്തോളാം ഇവർ. ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളും ഇവരും ഒരേ കാറ്റഗറി പെട്ടുന്ന ഒരേ പാറ്റേണുള്ള ആൾക്കാരാണ്. രണ്ടുപേർക്കും ആഗ്രഹിച്ച സാധനം ഒരു സമയം വരെ കിട്ടിയിട്ടില്ല. ഈവൻ റിലേഷൻഷിപ്പ്, സെക്സ്, ഫിസിക്കൽ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള സാധനങ്ങൾ ആർക്കും നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് ഇതിപ്പം നിങ്ങളുടെ റിലേഷൻ മാത്രമായിട്ട് കൂട്ടണ്ട, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, നിങ്ങളുടെ ആരുമായിരിക്കാം ഈ ഒരു വ്യക്തി. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ അതേ പോയിന്റ് തന്നെയാണ് ഈ വ്യക്തിയും കിട്ടാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എന്ത് കിട്ടിയോ അത് തന്നെയാണ് ഈ വ്യക്തിക്കും കിട്ടിയത്. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, അത് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും കിട്ടിയത്. ഇപ്പോൾ കൂട്ടിലിട്ടൊരു തത്തമ്മേനെ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും, അത് വേറെ കാര്യം. കൂട്ടിലെ തത്തമ്മല്ല, എന്താ പറയുക, ഒരു കിളീനെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജീവിനെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അണ്ണാൻകുഞ്ഞിനെ പിടിച്ചിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു അണ്ണാൻകുഞ്ഞ്, ഈ അണ്ണാൻകുഞ്ഞിനെ പിടിച്ചിട്ട് നമ്മളൊരു കൂട്ടിലിടുകയാണ്. ഈ കൂട്ടിലിട്ട് കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഇത് ഓടിച്ചാടി നടക്കാനുള്ള അണ്ണാൻകുഞ്ഞാണ്. അണ്ണാൻകുഞ്ഞെന്ന് പറയുമ്പോൾ മരത്തിൽ കയറണം, മറ്റേത് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസാണ്. പക്ഷേ ഇതിനെ നിങ്ങൾ പിടിച്ചൊരു കൂട്ടിലാട് ഇടുന്ന സമയത്ത് ഇതിനൊന്നും കിട്ടുന്നില്ല, ഒരു സംഭവം കിട്ടുന്നില്ല. ഇതിനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ കറങ്ങണം, അങ്ങനത്തെ ഉള്ള സംഭവമായിരിക്കും, എക്സ്പ്ലോർ ചെയ്യണം. ഇത് കണക്കാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു ഇഷ്യൂസ്.
ഈ ഒരു സംഭവം കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയ, അല്ലെങ്കിൽ ഈ ഒരു പ്രണയം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടിയ ഫീലായിരുന്നു. നിങ്ങളുടെ അടുത്തൊരു ഡോർ ഓപ്പൺ ആയൊരു സമയം കണക്കാണ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ റൊമാൻസ് വിരിഞ്ഞു, ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആവാം കേട്ടോ. ഇത് ഒരു പുതിയ ലൂപ്പ് ക്രിയേറ്റഡ് ആയി. ഈ വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾക്കൊരു പുതിയ ലോകം ആ വ്യക്തി കാണിച്ചു തന്നു. അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു എവിടെ നിന്നും കിട്ടാത്ത ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും നാൾ ആ ഒരു സാധനം കിട്ടില്ല. ഒരു ഫ്രീഡം നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു തുറന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള കുറേ വ്യൂസ്, അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലവ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ കാണാൻ പറ്റി. ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ, നിങ്ങൾക്ക് വാല്യൂ തരാത്ത ആൾക്കാരൊക്കെ ആ സമയത്ത് വാല്യൂ തന്നു. നിങ്ങൾ സ്ട്രോങ് ആവാൻ തുടങ്ങി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പ് വരുന്ന സമയത്താണ് നിങ്ങൾ സ്ട്രോങ് ആവുന്നത്. കാരണം ആരും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു പാഠങ്ങളും പഠിക്കാനുണ്ടാകത്തില്ല. വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ജീവിതം എന്താണെന്ന് അറിയാം, ലോകം എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ വരുന്ന സമയത്താണ് ആ വ്യക്തി ഭയങ്കരമായിട്ടും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഒരു ലൈഫിൽ ഭയങ്കരമായിട്ട് ട്രോമയിൽ പെട്ട് കിടക്കുന്ന ഒരാൾ, ഒരു ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരാളാണ്, ഒരു ഇഷ്യൂസിൽ പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ. ഒരു വല്ല ഡാർക്ക് നെച്ചേഴ്സ് ഉള്ള സിറ്റുവേഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഒരു ലൈഫിൻ്റെ ടൈം ഫുള്ള് എൻ്റെ ആ ഒരു ലൂപ്പ് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്ന കാരണം ആ വ്യക്തി വന്ന് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അതായത് ഈ പറയുന്ന അണ്ണാൻകുഞ്ഞിന് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അണ്ണാൻകുഞ്ഞ് എന്തായാലും അതിൻ്റെ കൂടെ കൂട്ടുകൂടുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ അണ്ണാൻകുഞ്ഞിന് എന്തായാലും ഡോറ് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ണാൻകുഞ്ഞും അതും തമ്മിൽ നല്ല കണക്ഷനാവും. നല്ല കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷനാവും. പിന്നെ ഇവർ തമ്മിൽ പ്രണയമാവും, കാര്യങ്ങളാവും. എല്ലാ ഇൻസിഡൻറ്റും ഇവർ തമ്മിലായിരിക്കും ഷെയർ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം. കാരണം അതിന് വേറെ ആരും ഇല്ല. ആ ഒരു അണ്ണാൻകുഞ്ഞിന് വേറെ ആരും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണാൻകുഞ്ഞിനൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പം അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു വ്യക്തി ഏതൊരു സമയത്ത് വന്ന് എന്തൊരു സിറ്റുവേഷൻ നിങ്ങൾ ഡാർക്കായിട്ട് നിന്നു, അപ്പോൾ ഡിവൈനായിട്ട് കൊണ്ട് തന്നു. അങ്ങനത്തുള്ള എല്ലാം കൊണ്ടും സീനില്ലാത്തൊരു സംഭവമാണ് ഓൾമോസ്റ്റ് ചില ആൾക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങളെ ഡിവൈനായിട്ട് എടുത്തേക്കുന്നൊരു തീരുമാനമാണ്. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരണം എന്ന് എഴുതപ്പെട്ട സംഭവമാണ്. വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചുണ്ടല്ലോ, വിധി എന്ന് പറയുന്ന സാധനം നിങ്ങളവിടെ കൊണ്ടെത്തിക്കും. ആ ഒരു സിറ്റുവേഷനിൽ എത്തണം. ആ ഒരു സംഭവത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടം വരെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഈ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ സമയമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ടൈം എന്താണ്, ഈ ടൈം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. 5 മണി സമയത്ത് നിന്നിട്ട് 6 മണി സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 മണി സമയത്ത് നിന്നിട്ട് 6 മണി സമയം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സൂര്യൻ എന്താ പറയുക, രാത്രിയിൽ നിന്നോട്ട് രാവിലെ കാണാൻ പറ്റും ആർക്കെങ്കിലും? രാവിലെ കാണാൻ പറ്റില്ല. ആ രാവിലെ കാണണമെന്നുണ്ടെങ്കിൽ ആ സമയം ആവണം. അങ്ങനെ ആയിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാം. അപ്പം ഇത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചില ഇഷ്യൂസാണ്, അല്ലെങ്കിൽ ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ചില സാധനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില ഇഷ്യൂസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഡിവൈനായിട്ട് കൊണ്ടു തരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചില ഇൻസിഡൻറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തി മൂലം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഹീൽ ചെയ്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മളെപ്പോഴത്തുള്ള റീഡേഴ്സ് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്ന് അതൊരു ഓക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത്രയുള്ളപ്പം ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.